നമ്മുടെ ബാപ്പുവിന്റെ കുട്ടിയോളെ നിങ്ങൾ കണ്ടില്ലല്ലോ, എന്നാ കണ്ടോളൂട്ടാ. ഇപ്പം ഞാൻ ഇവന്മാരുടെ ഫോട്ടോസും വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ബെഡ്ഷീറ്റ് മാറ്റണം. അപ്പോൾ പിന്നെ ഇവന്മാരുടെ ഇവിടെ കിടത്തി 2 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരാളെ ഞാൻ ആദ്യം എടുത്തിട്ട് വന്നപ്പോഴേക്കും ഭയങ്കര കരച്ചിൽ, ഒരു രക്ഷയില്ല. അപ്പോൾ ബാക്കിയുള്ളവന്മാർ 2നെയും കൂടി എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ഭയങ്കര ശാന്തമായിട്ട്. അപ്പോൾ ബാപ്പു പുറത്തു പോയ സമയത്തായിട്ടോ ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ അവൻ ഭയങ്കര ടെററാണ്. നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷെ അവന് ഭയങ്കര ഫീലാണ് ഇവരെടുത്തു കഴിഞ്ഞാൽ. ഇവർ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര വെപ്രാളാണ്. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് മുതിരാറില്ല. പിന്നെ കണ്ണൂരിയിട്ടേന്ന് കോർക്കും. ഇന്നിപ്പോൾ 5 ദിവസമായിട്ട് ഇവന്മാർ വന്നിട്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവന്മാരെ വല്ല കാടും പൂച്ചയൊക്കെ ഉപദ്രവിച്ചെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ഭയങ്കര എതിരാളികളാണ് എൻ്റെ അമ്മയും ചേട്ടനും ഒക്കെ. എങ്കിൽ പോലും അവർ പോലും സമ്മതിച്ചേക്കാണ് ഇവരകത്ത് കിടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അകത്ത് ഞാനൊരു സ്പേസ് ഉണ്ടാക്കി ആണ് ഇവരെല്ലാവരെയും കൂടി അകത്ത് കിടത്തണേ. അപ്പോൾ ഈ ബാപ്പുവിനാണെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മുടെ മോസ്കിറ്റോ നെറ്റ് അടിച്ചതിനോട് പുറത്തോട്ട് പോകാനൊന്നും ഒരു വഴിയില്ല. അപ്പോൾ അവൻ രാത്രി ഒന്ന് പുറത്തൊക്കെ പോകേണ്ടി വരുമല്ലോ, മുറ്റത്തൊക്കെ പോകേണ്ടി വരുമല്ലോ ബാത്റൂം പോകാൻ വേണ്ടി, അല്ല ഇതിന് വേണ്ടിയിട്ടൊക്കെ. ഇത് ചിറ്റ കാണുന്നൊരു സീനാണ് കേട്ടോ. ചിറ്റ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ കാണാൻ വന്നേക്കാണ്. ബാപ്പും ചിറ്റയും കൂടി സ്നേഹം ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ ഒരു കറക്റ്റ് കുറേ രാത്രിയാകുമ്പോൾ ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര കരച്ചിലേരിയും. അപ്പം ഞാൻ ഇന്നലെ 2:30 വന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നെറ്റ് തുറന്നു കൊടുക്കും. അപ്പോൾ അവൻ പുറത്ത് പോയിട്ട് പിന്നെ കറക്റ്റ് ആ ബെഡ്റൂമിൻ്റെ ജനലിൻ്റെ അവിടെ വന്നിരുന്ന് അവൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വന്ന് അവിടെ ഇരുന്ന് കരയും. അപ്പോൾ ഞാൻ പിന്നെയും തുറന്നകത്ത് കയറ്റും. അങ്ങനെ എല്ലാ ദിവസവും ഇപ്പോൾ 5 ദിവസമായിട്ട് അങ്ങനെ തന്നെയാട്ടോ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ നല്ല കണ്ണാനന്ദകരമായ കാഴ്ച, മനോഹരമായ ദൃശ്യം. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു വിഷ്വലുണ്ട് കേട്ടോ. അതും ഭയങ്കര രസമെന്നല്ല, അതൊരു അമ്മയുടെ വൈകാരികമായ സീനാണ്. ഞാനതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ഇത് ഇന്നത്തെ വീഡിയോസ് കംപ്ലീറ്റ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ വകയാണ് കേട്ടോ. എല്ലാം അവളാണ് ഷൂട്ട് ചെയ്തേക്കണേ. ആ സൗണ്ട് പ്ലേ ചെയ്താൽ പിന്നെ ഇങ്ങനെ അതിൻ്റെ അടിയിലുണ്ടെന്ന് ഓർത്താണ്ടാ. കണ്ടോ കണ്ടോ കണ്ടോ, അവിടെ അല്ലടാ നിന്റെ വീട്ടിൽ ഇരുണ്ടാ കാണിച്ചു തരാ. ബാ